ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്തുകൊണ്ട് ആക്രമിക്കപ്പെട്ടു? അതിൽ അവർ ചെയ്ത തെറ്റെന്താണ്? വണ്ടാനം മെഡിക്കൽ കോളേജിലുണ്ടായ മെഡിക്കൽ നെഗ്ലിജൻസ്, ഒരു ഡോക്ടർ വരുത്തിയ വീഴ്ച, അതിൽ നടപടിയെടുത്തു. പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷവും മാപ്രകളും അതുകൊണ്ട് സംതൃപ്തരായില്ല. അവർക്ക് വീണ ജോർജ് എന്ന മുൻ മാധ്യമ പ്രവർത്തകയുടെ ചോര തന്നെ വേണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശസ്ത്രക്രിയ നടത്തിയത് മന്ത്രിയാണ്, അല്ലെങ്കിൽ ആ മൊസ്കിറ്റോ എന്ന് പറയുന്ന ചെറിയ ഉപകരണം അകത്ത് വെച്ചത് മന്ത്രിയാണെന്നുള്ള നിലയ്ക്കാണ് ഈ അടുത്ത ദിവസം യൂത്ത് കോൺഗ്രസ്സുകാർ അവരുടെ വീട്ടിൽ റീത്ത് വെച്ചത്. ആ റീത്ത് വെച്ചത് ജീവിച്ചിരിക്കുന്ന ഒരു വനിതാ മന്ത്രി, ആ വനിതാ മന്ത്രി ജീവിച്ചിരിക്കാൻ യോഗ്യയല്ല എന്ന് അവർ വിധി എഴുതി കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും റീത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അവരെ ഏത് ഗണത്തിൽ ഇവർ പെടുത്തി? ഒരു വനിതാ മന്ത്രിയാണെന്നുള്ള പരിഗണന കൊടുക്കാതെയാണ്, അവരുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പോലും അവർ മന്ത്രിയായിരിക്കുമ്പോൾ സംഭവിച്ച ഒരു നെഗ്ലിജൻസും അല്ല ഇത്. എന്നിട്ടും അവരെ പിന്തുടർന്ന് വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ്. അവരുടെ പിന്നാലെ ഹെയ്റ്റ് ക്യാമ്പയിനുമായിട്ട് കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളും ആ മാധ്യമ പ്രവർത്തകരുടെ താല്പര്യത്തിന് അടിസ്ഥാനപ്പെടുത്തി ഉടയ്ക്കുന്നെങ്കിൽ അതിൻ്റെ ഒരു പൂള് ഞങ്ങൾക്ക് കൂടി കിട്ടട്ടെ എന്നുള്ള നിലയ്ക്ക് അവർ ഗൂഢാലോചന നടത്തി ഉണ്ടാക്കുന്ന ഓരോ സംഭവവികാസങ്ങൾക്കും കോൺഗ്രസ്സുകാർ കഥാപാത്രമാകുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്നത്തെ സംഭവം റീത്തിന് ശേഷം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രി എത്തുമ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കണം, ഒരു കോൺഗ്രസ് മാധ്യമ പ്രവർത്തകന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലിട്ട ചില ദൃശ്യങ്ങളാണ് നിങ്ങളെ കാട്ടുന്നത്. അവിടെ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവ്. മന്ത്രി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന സന്ദർഭത്തിൽ ഒരു ക്യാമറ അവിടെ ഓണായിട്ടുണ്ട്. ആ KSU ഗുണ്ടയുടെ പിന്നാലെ ഒരു ക്യാമറ വരുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ആ ക്യാമറ പിന്നീട് എങ്ങോട്ടൊക്കെ മന്ത്രിയെ കേന്ദ്രീകരിച്ച് ചുറ്റുന്നതെല്ലാം നിങ്ങൾ നോക്കിയേ. കേരളത്തിൽ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഇമാതിരി പണിയെടുക്കുന്ന ചിലരുണ്ട് എന്ന് ഈ ദൃശ്യങ്ങൾ തെളിയിക്കുകയാണ്. അത് എന്തിൻ്റെ പ്രിവിലേജിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതായത് മാധ്യമപ്രവർത്തകരോടൊപ്പം ചേർന്ന് അവർക്ക് താല്പര്യമുള്ള ചിലരെയും കൂടി വിളിച്ചു വരുത്തി PR ടീമിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്യാമറ ഫോട്ടോഷൂട്ടാണ് അരങ്ങേറിയിരിക്കുന്നത്. ഇതേ നോക്കിയേ. എനിക്ക്